ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഡിന്നറിൻ്റെ കാര്യത്തിന് വേണ്ടി കിച്ചണിൽ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ രാക്കെ മുംബൈ പോയിരുന്നെന്ന്. അപ്പോൾ ഇന്ന് തിരിച്ചു വരും. അപ്പോൾ അങ്കുവിൻ്റെ ബർത്ത് ഡേറ്റ് ആണിന്ന് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഞാൻ മഷ്റൂം ബട്ടർ മസാല ഉണ്ടാക്കാൻ വെച്ചിട്ട് മഷ്റൂം നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു അര വേവ് കേട്ടോ. മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാവൂ. പിന്നെ ഞാൻ ദേ ബട്ടറും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്കു സ്വീറ്റ്സും ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോകുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഒരു ദിവസം മുന്നേ ആയിരുന്നു. അന്ന് ഞാൻ പായസം വെച്ച് കൊടുത്തേ ഉള്ളൂ, സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാത്രി വരുമ്പോൾ കേക്കൊക്കെ വാങ്ങി വരാമെന്ന് പറഞ്ഞു. അപ്പം മഷ്റൂം ബട്ടർ മസാലയ്ക്ക് വേണ്ടി ഞാൻ ദേ കടായി വെച്ചു. ആ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്താണ് നമ്മുടെ സവാള വഴറ്റിയെടുക്കുന്നത്. മഷ്റൂം ദേ നന്നായിട്ട് ഒരുവിധം പകുതി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചിടാം. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അരയ്ക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ചതച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ ഒരെണ്ണം അരിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കസൂരിമെത്തി, ജീരകപ്പൊടി. കാരണം നമ്മുടെ മഷ്റൂം ബട്ടർ മസാല എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡാണല്ലോ. അപ്പോൾ ആ ഫ്ലേവറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയ പച്ചമണമൊക്കെ മാറ്റി ആറിയതിന് ശേഷം മിക്സിയിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇത് നമ്മുടെ കടായിലേക്ക് വീണ്ടും ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കുറുക്കണം. കൂടെ നമ്മുടെ മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം. കാരണം പകുതി വെന്തിരിക്കുന്ന മഷ്റൂമാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഗ്രേവി പിടിക്കാൻ വേണ്ടി പകുതി ബാക്കി അതിനകത്ത് കിടന്ന് വെന്തോളൂ. അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് തിളക്കട്ടെ. അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതേ നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അങ്ങ് തീ ഓഫ് ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബട്ടർ മസാല ഉണ്ട്, ബട്ടറിൻ്റെ ടേസ്റ്റ് ആണല്ലോ വേണ്ടത്. അപ്പോൾ അതിനകത്ത് കിടന്നതൊന്ന് ഉരുകിക്കൊള്ളും ആ ചൂടുണ്ടല്ലോ നമ്മുടെ കറിക്കുന്നല്ലേ. ഇനി അങ്ങ് അടച്ച് വെക്കാം. സെർവ് ചെയ്യുമ്പോൾ എടുത്ത് സെർവ് ചെയ്താൽ മതി. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. പിന്നെ ഇതേ അപ്പത്തിൻ്റെ മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതും ചുട്ടെടുക്കാം. അപ്പോൾ ഡിന്നറിന് ഇന്ന് അപ്പവും നമ്മുടെ മഷ്റൂം ബട്ടർ മസാലയുമാണ്. അങ്കുന് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ മഷ്റൂം. അതാണ് ഞാനിന്ന് അത് ഉണ്ടാക്കിയത്. അങ്ങനെ ഡിന്നറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് ഒതുക്കി രാക്കി വരുമ്പോൾ അപ്പോൾ സമാധാനമായിട്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമല്ലോ. ഇതേ അങ്ങനെ രാക്കി എത്തിയിട്ടുണ്ട്. അങ്കു കാത്തിരിക്കുമായിരുന്നു. കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനും പിന്നിൽ ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഇവൻ്റെ ബർത്ത്ഡേക്ക് ഇവൻ ഇഷ്ടപ്പെട്ട ഫ്ലേവറായ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു വാങ്ങിച്ചത്. കൂടെ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കും പിന്നെ അല്ലാതെ പീസായിട്ടും വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തോ ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബിക്കാനീർ വാലയെന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മെയിൻ കേക്കും ഡ്രിങ്ക്സും അവിടെ വെച്ചിട്ട് പകരം റെഡ് വെൽവെറ്റിൻ്റെയും ആ പീസ് കേക്കും മാത്രമേ കൊണ്ടുവന്നുള്ളൂ. രാക്കെ മറന്നുപോയി. കാരണം രാക്കയ്ക്ക് അത്ര മറവിയാണെന്ന് ഞാൻ കുറേ ബ്ലോഗുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് മറക്കാതെ രാക്കെ വരത്തില്ല. കാരണം നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു മണിക്കൂർ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവർ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കേക്ക് രാക്കെ മറന്നു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവർ വിളിക്കാൻ നോക്കിയപ്പോൾ ഫോൺ സൈലൻ്റായതുകൊണ്ട് രാക്കെ എടുത്തില്ല. അപ്പോൾ 1 അവർ കഴിഞ്ഞിട്ടാണ് രാക്കെ വീണ്ടും അവർ വിളിച്ചപ്പോഴാണ് എടുത്തത്. അപ്പോൾ അവർ ഓടി വന്നപ്പോഴത്തേക്കും വണ്ടി പോയിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സാരമില്ല, നിങ്ങൾ പിന്നെ വന്ന് വാങ്ങിച്ചാൽ മതി, ബില്ലും കൊണ്ടുവന്ന് വാങ്ങിച്ചാൽ മതിയെന്ന്. അത് ബിക്കാനർ വാല കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയ നല്ലൊരു ബേക്കറി വാല ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു തന്നത്. അപ്പോൾ ദേ വാങ്ങിയ കേക്ക് റെഡ് വെൽവെറ്റ് ആണ്. പിന്നെ പീസ് കേക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും തൽക്കാലം റെഡ് വെൽവെറ്റ് നമ്മളിന്ന് മുറിക്കാം. പിന്നെ വേറൊരു ദിവസം പോയിട്ട് നമ്മുടെ മറ്റേ കേക്കും കൂടെ വാങ്ങാമെന്ന് വിചാരിക്കുക. അങ്കുവിൻ്റെ ഗിഫ്റ്റായിട്ട് രാക്കെ ഇതേ ഒരു ബുക്കാണ് കൊണ്ട് കൊടുത്തത്. എപ്പോഴും രാക്കെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് അവന് കൊടുക്കുന്നത് മെയിൻലി ബുക്സാട്ടോ. എയർപോർട്ടിൽ നിന്നാണ് നല്ല നല്ല ബുക്സ് കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നൊരു ബുക്കും കൊടുത്തു. നമ്മുടെ കേക്ക് എന്തായാലും ഒന്ന് മുറിക്കാം. ഉള്ള കേക്ക് മുറിക്കട്ടെ, തൽക്കാലം ഏതെങ്കിലും ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാം. അപ്പോൾ പീസ് കേക്ക് ഇതേ ഒരെണ്ണം കോഫിയുടെ ഫ്ലേവറും ഒരെണ്ണം റെയിൻബോയാണ്. അവന് ഇഷ്ടമുള്ള എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. റെഡ് വെൽവെറ്റും അവന് ഇഷ്ടം, അതുകൊണ്ട് അതൊരു വലിയ കേക്കായിരുന്നു. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു മെയിൻ. പിന്നെ ഇതേ ബുക്സ് ബാക്കി ഇവിടെ ഒരുപാട് ബുക്സ് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ബുക്സ് എടുക്കാനാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഇതേ വീണ്ടും ലാപ്ടോപ്പ് ബാഗിൽ നിന്ന് വീണ്ടും ഇതേ എടുത്തുകൊണ്ട് വരിക. അത്രയ്ക്ക് വേണ്ടി രാക്കെ ബുക്ക് ഇങ്ങനെ വാങ്ങിച്ച് ബുക്ക് തിന്നുകൊണ്ടേയിരിക്കും. കേക്ക് മറന്നു വെച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു കിറ്റ് വലുതായതുകൊണ്ട് രാക്കെ വെച്ച് എല്ലാം ഒന്നിലുണ്ട് എന്നുള്ള രീതിയിലാണ് എടുത്തുകൊണ്ട് വന്നത്. ശരിക്കും വിട്ടുപോയതാ. ഞാൻ പറഞ്ഞു ബ്രഹ്മി എങ്ങാനും വാങ്ങിച്ചു തരാം മറവിക്ക്, അല്ലാതെ എന്താ മരുന്നും മറവിക്ക് നിങ്ങൾക്ക് വല്ലതും അറിയാവോ. അങ്ങനെ ഇതേ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് കണ്ടപ്പോൾ ചിരി വന്നുപോയി. കാരണം 5th ആണ്, സെപ്റ്റംബർ 5th ആണ്. അപ്പോൾ ടീച്ചേഴ്സ് ഡേയും അന്നാണല്ലോ. അപ്പോൾ റെഡ് വെൽവെറ്റ് കിറ്റിന് മുകളിൽ ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞു വരുന്നതായിരുന്നു. എന്തായാലും ഹാപ്പി ബർത്ത്ഡേക്ക് വരെ നമുക്ക് ടീച്ചേഴ്സ് ഡേ കേക്ക് മുറിക്കാം. എന്തായാലും ഹാപ്പി ആയിട്ട് മുറിക്കാം കേട്ടോ. Happy birthday, dear Angumon. Happy birthday to you.
എയർപോർട്ടിനടുത്തുള്ള ബിക്കാനേർ വാലയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് എപ്പോഴെങ്കിലും ഈ ആഴ്ച എങ്ങാനും പോവുകയാണെങ്കിൽ ബില്ല് കൊടുത്ത് മറ്റേ കേക്കും കൂടെ വാങ്ങിക്കൊണ്ട് വരണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റേതും ഉണ്ടെന്ന് പറഞ്ഞാണ് ഇത് മാത്രം ഇല്ലെങ്കിൽ എടുത്തോണ്ട് പോകുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, സന്തോഷമായിട്ട് ഇതേ കേക്കൊക്കെ മുറിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പേസ്ട്രി ഒന്നും അധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല. എനിക്ക് സിമ്പിൾ കേക്കാണ് എപ്പോഴും ഇഷ്ടം. ഇവർക്ക് രണ്ടുപേർക്കും ഏത് കേക്കാണെങ്കിലും ഒത്തിരി സന്തോഷമാണ്. എനിക്കാണെങ്കിൽ ഈ റെഡ് വെൽവെറ്റിൻ്റെയും അതായത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒന്നും ടേസ്റ്റ് അത്ര അങ്ങോട്ട് പിടിക്കത്തില്ല. എനിക്ക് സിമ്പിൾ വാനില ഫ്ലേവർ ഓൾറെഡി എപ്പോഴും ഇഷ്ടം. ഞാൻ അതിനകത്തുനിന്ന് സൈഡിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അവർ തന്നെയാണ് കഴിച്ച കേട്ടോ. അതുപോലെ ദേ നമ്മുടെ ബാക്കി ആ 2 പീസ് കേക്ക് വേണ്ട കേട്ടോ, കാരണം മറ്റേത് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റേത് കഴിഞ്ഞു. അത്രയ്ക്കും വേണ്ടി എല്ലാം തേ കഴിച്ചു. ഇനി കാൽഭാഗം കൂടെ ഉള്ളൂ. അപ്പോൾ ഇതങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക, നാളെ കഴിക്കാമല്ലോ. അപ്പോൾ ദേ അതും കൊണ്ടുവയ്ക്കുക. പിന്നെ ഇത് രാക്കയെ നിന്ന സ്ഥലത്ത് തൊട്ടടുത്തൊരു വിഘ്നേശ്വരൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അവിടെ പോയി തൊഴുതെൻ്റെ പ്രസാദം കേട്ടോ. രാവിലെ അപ്പോൾ അവിടെ പോയി തൊഴുതെന്ന് പറഞ്ഞു, രാവിലെ 5 മണിക്കെങ്ങാണ്ട്. അപ്പോൾ ആ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ മധുരം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഒരെണ്ണം എടുത്തിട്ട് ഞങ്ങളെല്ലാം ഒന്ന് കഴിച്ചതുള്ളൂ, ബാക്കി അതും ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ ദേ ഇതൊക്കെയായിരുന്നു ബുക്ക്. ഇനി അത് ഓരോന്നായിട്ട് അടുക്കി ഒതുക്കി വെക്കണം, കാരണം പ്രത്യേക ഒരു സ്ഥലമുണ്ട് ഇവിടെ. നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ എടുക്കാനുള്ള പാട്. ഇത് അങ്കുവിന് കൊടുത്ത ഗിഫ്റ്റാട്ടോ. ചാൾസ് ഡാർവിൻ്റെ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, പരിണാമ സിദ്ധാന്തം എന്നൊക്കെ, അതാട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ നിരത്തി വെച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലോ അങ്കുവിൻ്റെ ടിഫിൻ പാക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് നട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നത് അപ്പവും ചുട്ടെടുക്കുക. ആറിയതിന് ശേഷം അതും ടിഫിനിലോട്ടിട്ടു. പിന്നെ നമ്മുടെ മഷ്റൂം ബട്ടർ മസാല അതും ഉണ്ടായിരുന്നു, അതും ദേ ആറിയതിന് ശേഷം അടച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഒരു മോദകവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലോട്ട് കേട്ടോ. ഇതായിരുന്നു അവൻ്റെ ടിഫിൻ. ഇനി അതെല്ലാം കൂടെ അടച്ച് നന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് അങ്കുവിൻ്റെ സ്കൂളിലേക്കുള്ളതെല്ലാം റെഡിയാക്കി അവനെ പറഞ്ഞയച്ചാൽ കുറച്ച് സമാധാനം ആവുമല്ലോ. അവനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. ഇന്ന് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ ഒരു നമ്പറൊക്കെ ഇറക്കി. ഇപ്പം നിലവിൽ പല്ല് വെച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ എങ്ങനെയെങ്കിലും ദേ റെഡിയായി. എന്നോട് അത്ര മിണ്ടാട്ടമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തായാലും മോനെ എഴുന്നേറ്റല്ലേ, സ്കൂളിൽ പോകുമെന്ന്. അങ്ങനെ ദേ പോവുക. കുറച്ച് ദേഷ്യമുണ്ട്. ഡോറൊക്കെ വലിച്ചടച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ബൈ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ പോയി. ചില ദിവസം അങ്ങനെ, ചില ദിവസം ഭയങ്കര മൂടാ. തലേ ദിവസം ബർത്ത്ഡേക്ക് പോയാണ്ടില്ലേ, എന്ത് സന്തോഷമായിട്ടായിരുന്നു. ഇന്ന് പോകുന്ന കണ്ടോ, എഴഞ്ഞ് ആമേനെ പോലെ. അങ്ങനെ എന്തായാലും സ്കൂളിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ദേ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. എനിക്കും രാക്കയ്ക്കും ഇന്ന് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണം കേട്ടോ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച അഡ്മിറ്റ് ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. അഡ്മിറ്റ് ആയിരുന്നില്ല, ഞാൻ രാത്രി പോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു കൾച്ചറിൻ്റെ ടെസ്റ്റ് ഒക്കെ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ രാക്ക ഇന്നലെ വന്നിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അവിടെ പോയ റിസൾട്ടൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് അവിടുത്തെ മെയിൻ ഡോക്ടറെ ഒന്ന് കാണണം. അതിനൊക്കെ ആയിട്ടൊന്ന് പോകണം. പങ്കു പോകുന്ന നോക്കിയപ്പോഴത്തേക്കും എൻ്റെ വണ്ടി പോയി കേട്ടോ. അപ്പോൾ ഇനി പെട്ടെന്നൊന്ന് പോയി ഫ്രഷായിട്ട് ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണം. അങ്ങനെ ദേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ നിലവിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിലെ നല്ലൊരു ഹോസ്പിറ്റൽ ഇതാട്ടോ. വേറെ ഹോസ്പിറ്റലൊന്നും നമുക്കങ്ങനെ വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല. ഇത് പക്ഷേ നല്ലൊരു ഹോസ്പിറ്റലാണ്. ഏറ്റവും നല്ലതെന്ന് ഇവിടെ പേര് കേട്ട ഈ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. അല്ലേ പിന്നെ നമ്മൾ ഡൽഹി ഗുഡ്ഗാവ് തന്നെ പോകണം. അപ്പം നമുക്ക് അത്യാവശ്യ കാര്യങ്ങളിൽ ഇവിടെയൊക്കെ വന്നേ പറ്റത്തുള്ളൂ. പക്ഷേ വലിയ കുഴപ്പമില്ലാത്തൊരു ഹോസ്പിറ്റലാണ്. കണ്ടോ, ചുറ്റും പാടം, അതിൻ്റെ നടുക്കൊരു ഹോസ്പിറ്റൽ. പാർക്കിംഗ് ഒക്കെ സൈഡിലുള്ളതെല്ലാം വെള്ളം കയറി മഴ പെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് ഈ റോഡിലൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. അതേ താഴെ നമ്മുടെ നാട്ടിലൊരു തുമ്പി, അതിനെ ഞാൻ വീഡിയോ എടുത്ത്. അങ്ങനെ ദേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് റിപ്പോർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ ദേ നല്ലൊരു ഗണപതി ഇരിപ്പുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കാണാൻ വന്ന മെയിൻ ഡോക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരാഴ്ചത്തേക്ക് ലീവാണ്. ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് ലീവാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അത് സാരമില്ല, നമ്മളിനി ഡൽഹിയിലോ ഗുഡ്ഗാവിലോ എവിടെയെങ്കിലും പോയി വേറെ ഡോക്ടറിനെ കാണുന്നേ ഉള്ളൂ. അന്ന് പിന്നെ അത്യാവശ്യമായതുകൊണ്ട് ഇവിടെ വന്ന് കാണിച്ചത്. എന്തായാലും റിപ്പോർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിയാണ്. ഇത് കുളമല്ല, റോഡാ. മഴ പെയ്ത് മുഴുവൻ ദേ വണ്ടി പോകാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വെള്ളക്കെട്ടാണ്. ഏറ്റവും രസം അതല്ല, ഇതിനോട് ചേർന്നൊരു നല്ലൊരു സ്കൂളുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ എങ്ങനെ ഇറങ്ങും എന്നറിയത്തില്ല, അത്രയ്ക്ക് വെള്ളം കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല കുഴിയോടുകൂടി വെള്ളം കേട്ടോ. അത് ഇറങ്ങി നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ അറിയാം ദേ ഈ സ്കൂളാണ് ഉള്ളത്. പക്ഷെ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊന്നും വെള്ളമില്ല. പിന്നെ അങ്ങോട്ട് ഞാൻ നോക്കിയപ്പോൾ നിരന്ന് നല്ല റോഡാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേ ഉള്ളൂ എന്തെങ്കിലും പണി വല്ലതും വന്ന് കഴിഞ്ഞിട്ട് കുഴി എങ്ങാനും ആയി വെള്ളമായിട്ട് കിടക്കുന്നതായിരിക്കും. മഴ അത്രയ്ക്ക് പെയ്തേ. പിന്നെ ദേ നല്ല പച്ചപ്പിലാണ് ഇപ്പം കിടക്കുന്നത്. ഇപ്പം ബാജ്രയും ഗോതമ്പും ചോളവും
ഇതൊക്കെ നടുന്ന സീസൺ, അതാ ഇത്ര പച്ചപ്പ്. അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വന്നിട്ട് അപ്പം ചുട്ട് കഴിക്കുക. രാവിലെ ബന്നും ചായയും കഴിച്ചിട്ടാണ് പോയട്ടോ ധൃതിയിൽ. ബാക്കി അപ്പത്തിൻ്റെ മാവിരുന്നത് ചുട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് രാക്കെ ഓഫീസിലേക്ക് പോയി. ഡിന്നറിന് ഞാൻ കുറച്ച് വെജി സ്റ്റിക്സും നമ്മുടെ ചീസ് പോപ്സും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ കാണിച്ചല്ലോ. ഒരാക്കേക്കും അങ്കൂനും ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഫ്രൈഡേ അല്ലേ, ഒന്നും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഇന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ കൂടെ ഞാൻ വിചാരിച്ചു ചപ്പാത്തിയും പനീറിൻ്റെ ബുർജിയും ഉണ്ടാക്കാമെന്ന്. കാരണം പനീർ ഒരാഴ്ചയായി വാങ്ങിയിട്ട് അതിൻ്റെ ഡേറ്റ് കഴിയുന്നതിന് മുന്നേ എടുക്കണം. 2 എണ്ണം ഉണ്ട്, അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ബുർജി ഉണ്ടാക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയും, പിന്നെ പെട്ടെന്ന് ചപ്പാത്തിയും ചുട്ടെടുത്തു. ഞാൻ എപ്പോഴും ഇങ്ങനെ നെയ്തടവേ ചപ്പാത്തി ഉണ്ടാക്കുന്നു കേട്ടോ. ഇവിടെ ഫുൾക്കേന്ന് പറഞ്ഞുണ്ടാക്കും, പക്ഷേ ഇവിടെ രാക്കേക്ക് അത്ര ഇഷ്ടമല്ല അത്. ഞാനിങ്ങനെ ചുടുന്ന ചപ്പാത്തി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുമാതിരി ഇവിടെ പറാട്ടയെന്ന് പറയുന്നത് നെയ്യൊക്കെ തേച്ചിട്ട് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് കറിയും. ബുർജിക്കായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജീരകമൊക്കെ പൊട്ടിച്ചു, സവാളയും തക്കാളിയും ഒന്ന് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും പച്ചമണം മാറ്റിയിട്ട് നമ്മുടെ പനീർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷായി പനീർ ബുർജി. അങ്ങനെ ഡിന്നർ ഇങ്ങനെ അങ്ങ് ഒതുക്കിയിട്ടോ. പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ഒരു കുന്നോളം കിടപ്പുണ്ടായിരുന്നു നമ്മുടെ തുണി മടക്കാൻ. അതെന്തായാലും ഇന്ന് മടക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇന്നൊരു മൂഡ് വന്നേ. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഹെൽത്തൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആയി വരുന്നു. അപ്പോൾ എന്തായാലും അങ്ങ് അടുക്കി വെക്കുക. അല്ലെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് ഓരോന്നോരോന്ന് ഇങ്ങനെ പറക്കി എടുക്കുന്നത്, അതൊരു വിഷമമല്ലേ. അപ്പോൾ അതെന്തായാലും ആ പണി പെട്ടെന്ന് അങ്ങ് ചെയ്യാമെന്ന് വെച്ചിട്ടൊരു മൂഡ് വന്നപ്പോൾ അതങ്ങ് ചെയ്ത് നിന്ന് തീർത്തു കിട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലി ഏതാണെന്ന് ചോദിച്ചാൽ അത് തുണി മടക്കല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഞാൻ തന്നെ മടക്കി വെച്ചാലേ ഒരു സമാധാനവും വരത്തുള്ളൂ, അതുകൊണ്ട് പിന്നെ അതും ചെയ്ത് തീർത്തേ. നെക്സ്റ്റ് ഡേ മോർണിംഗാണ്. അപ്പോൾ ഞാൻ പനീറിൻ്റെ ബുർജി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ മാവും ബാക്കി വന്നത് പറാട്ട പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് നമ്മുടെ പനീർ പറാട്ട ഉണ്ടല്ലോ, സ്റ്റഫ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട്. അങ്കു സ്കൂളിൽ പോയി കേട്ടോ, ശനിയാഴ്ചയാണ്. അപ്പോൾ രാക്കേക്ക് ഓഫീസില്ല. എല്ലാ ശനിയാഴ്ചയും ഞാൻ അങ്കുവിനും പൈസ കൊടുത്തിട്ട് കഫറ്റേറിയയിൽ നിന്ന് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഉള്ള പറാട്ട അതേ ചുട്ടെടുക്കുക, ബാക്കി അങ്കുവിനും കൂടെ ചുട്ട് വെക്കും. അവൻ വന്നിട്ട് തൈരുമായിട്ട് കഴിച്ചോളൂ. ഞങ്ങളിപ്പോൾ ചായ ആയിട്ടാണ് കഴിക്കും. ഇത് നല്ല ഹെൽത്തിയുവാ, നല്ല ടേസ്റ്റിയുവാ. ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ ഒത്തിരി സ്റ്റഫാവും. പിന്നെ ഞങ്ങൾ ഇന്നിനി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് ലഞ്ചായിട്ട്. അങ്കുവിന് ഞാൻ പറഞ്ഞല്ലോ, അവൻ വരുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തൈരുമായിട്ട് അവൻ ഇതും കഴിച്ചോളും. എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹനത്തിനും നല്ലതാണ്. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് റെഡിയാക്കി. രാക്കെ എൻ്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എല്ലാം സ്കാൻ ചെയ്ത് ഫയലാക്കി വെക്കുക, അല്ലെ പിന്നെ എപ്പോഴും എടുക്കാനും ഒക്കെ വെക്കാനും ഒക്കെ ബുദ്ധിമുട്ടായണ്ട. പിന്നെ ശനിയാഴ്ച എന്ന് പറഞ്ഞല്ലോ വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ നമ്മുടെ ഗണപതിക്ക്. അപ്പം ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കുന്നുണ്ട്. മോദകം എന്ന് പറയും, ഗണപതിയുടെ ഇഷ്ട സംഭവമാണ്. അതുപോലെ തന്നെ കുറച്ച് വെർമസലി പായസം ഉണ്ടാക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമല്ലോ. ഞാൻ വെർമസലി പായസം അങ്കുവിൻ്റെ ബർത്ത്ഡേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോദകത്തിന് വേണ്ടി ഞാൻ നമ്മുടെ ഇടിയപ്പപ്പൊടി കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുഴച്ച് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ തേങ്ങയിൽ ശർക്കരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ അകത്തോട്ട് വെച്ച് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടല്ലോ, അതുപോലെ ഉരുട്ടി വെച്ചിട്ട് പരത്തി ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ തേങ്ങയും സ്റ്റഫ് ചെയ്ത് മോദകം പോലെ എന്നെ കൊണ്ടാവുന്ന ഷേപ്പാട്ടെ, എൻ്റെ മോൾഡും കാര്യങ്ങളും ഒന്നുമില്ല, ഇങ്ങനെ അങ്ങ് വെക്കുക. 6 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. ഈ 2 എണ്ണം ഞങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അത് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് ഇനി ലോ ഫ്ലെയിമിൽ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വിളക്കിൻ്റെ മുന്നിൽ വെക്കണം, അതിനുശേഷം പിന്നെ കഴിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കൂടെ വെർമസലി പായസം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞല്ലോ, അത് പശുവും പാലിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പാക്കറ്റ് പാല് വാങ്ങിയിട്ടില്ല. അങ്കുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പാക്കറ്റ് പാലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിളക്കിന് മുന്നേ വെക്കുന്നത് ഈ ട്രേയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, തുടച്ച്. ഇനി ഇതിനകത്ത് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ. അപ്പോൾ വെർമസലി പായസം കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ പാൻ വെച്ചു, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്, റോസ്റ്റഡ് വെർമസലി ആയിരുന്നു, ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇത് 1 ലിറ്റർ, ഓൾമോസ്റ്റ് ഒരു 1.25 ലിറ്ററോളം ഉണ്ട് കേട്ടോ. ഞാൻ അന്ന് പായസം വെച്ചപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 ലിറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1.25 ലിറ്ററിലാക്കാം, കുറച്ച് മതിയല്ലോ. നമുക്ക് കൊഴുക്കട്ടയും ഉണ്ട്. എല്ലാം കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ കുത്തിക്കറ്റിയും വെക്കണ്ട. പഞ്ചസാര ഇടുന്നില്ല, മിൽക്ക് മെയ്ഡ്, അതായത് നമ്മുടെ കണ്ടൻസ് മിൽക്കാണ്. അതും കൂടെ ആവശ്യത്തിന് മധുരത്തിന് ചേർത്ത് കൊടുത്തു, ഏലക്കാപ്പൊടി ഫ്ലേവറിന് ചേർത്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കി നമ്മുടെ പായസവും റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് വിളക്കിൻ്റെ മുന്നിൽ വെക്കാം. അപ്പം ഞാൻ ആ തട്ടം കാണിച്ചല്ലോ, അതിനകത്തോട്ട് ആദ്യം പഴം വെച്ച് കൊടുക്കാം. പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇനി നമുക്ക് ചൂടോടെ കുറച്ച് പായസം വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ മോദകവും. ഇതാണ് ഞാൻ ഭഗവാന് വേണ്ടി ഇന്ന് റെഡിയാക്കിയത്. അങ്കു വന്നിട്ട് വിളക്ക് കത്തിക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവൻ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അവനിപ്പോൾ വീട്ടിൽ ഇരിക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പറഞ്ഞതാ നേരത്തെ വരണേ മോനെ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞതാ. അവന് ഒരു 7:30-8 മണിയാവാതെ വീട്ടിൽ കയറുന്നതേ ഇഷ്ടമല്ല. വീട്ടിൽ അധികം ഇരിക്കത്തേ ഇല്ലെന്നേ. കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടിലോ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെയോ. ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ട് സാറ് പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ട്സുമായിട്ട് കളിച്ചോ എവിടെയെങ്കിലും കാണും. അപ്പോൾ തിരക്കി പോകാൻ ഫോണൊന്നും എടുക്കാറൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും കുറച്ച് നോക്കിയിട്ട് അങ്ങ് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിക്കുക. ഒരാക്കിയതോ അവിടെ പാവം അവിടെ ഇരുന്ന് TV കാണുക. അപ്പോൾ നമ്മുടെ മോദകവും എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പുറത്തോട്ട് നോക്കിയപ്പം സൂര്യൻ അസ്തമിക്കുന്നതിന് കളറേ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാക്കയാ എല്ലാം കൊണ്ടുവച്ച് തരുന്നത്. രാക്കയാ ഇന്ന് വിളക്ക് കത്തിക്കുന്നതും. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു അങ്കുവിനെ. പിന്നെ ഞങ്ങൾ വെച്ച് എന്തായാലും ഞങ്ങളങ്ങ് കത്തിക്കാം, പിന്നെ അവൻ വന്നിട്ട് തൊഴട്ടെ. അപ്പം നമ്മൾ വാങ്ങിയ ഗണപതി, പുതിയ ഗണപതി ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ വേറൊരു കുട്ടി ഗണപതി ഉണ്ട്, അത് ഇതിൻ്റെ മുന്നിൽ വെക്കുന്നുണ്ട്. നമ്മുടെ മോദകവും പായസവും പഴമൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വിളക്ക് കത്തിച്ചാൽ മതി. കുറേ നേരം അങ്കുവിനെ നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങ് കത്തിച്ചു. അവൻ എന്തായാലും 7:30-8 മണിയാവും വരാൻ. അപ്പോൾ അതേ ആ കുട്ടി ഗണപതിയെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ. കഴിഞ്ഞു പോയെങ്കിലും എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷം വരുന്നത് നമ്മുടെ തിരുവോണമാണല്ലോ. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. പൂവൊക്കെ ഇട്ട് തുടങ്ങിയോ അത്തത്തിനൊക്കെ? ഞാനിവിടെ പൂവൊന്നും ഇട്ടില്ല. തിരുവോണത്തിൻ്റെ അന്നെങ്കിലും കുറച്ച് പൂവൊക്കെ ഒപ്പിച്ചിട്ട് ഇടണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് അതാണല്ലോ. വലിയ ആഘോഷമായിട്ടൊന്നും ഇവിടെ നടത്തുന്നില്ല. കാരണം ഞങ്ങൾ 3 പേരും എങ്ങനെയാണോ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ആ രീതിയിലൊരു ചെറിയ ആഘോഷം എപ്പോഴും ഇവിടെ എല്ലാ കാര്യമാണെങ്കിലും ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങൾ ഈ 4 മൂലയിൽ ഒതുങ്ങി ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് നടത്തും. അപ്പോൾ അതേ ഇന്നത്തെ സന്ധ്യ ഞാൻ കാണിച്ചു തരാം. സിന്ദൂര സന്ധ്യ എന്നൊക്കെ പറയുന്നത് ശരിക്കും സിന്ദൂരം ഇങ്ങനെ ഇട്ട പോലെയുണ്ട്. എന്ത് ഭംഗി! എത്ര നാൾക്ക് ശേഷമാണെന്ന് അറിയാമോ ഒരു വൈകുന്നേരം ഇങ്ങനെ കിട്ടുന്നത്. എന്തായാലും നല്ല ഐശ്വര്യമുള്ളൊരു വൈകുന്നേരമാണ്. കാരണം മിക്കപ്പോഴും മഴയായിരിക്കും. ഇപ്പോൾ കുറേ നാളുകൊണ്ട് വൈകുന്നേരം ഇങ്ങനെ മൂടിക്കിടക്കുന്നത്. ഇന്ന് എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്കു തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊഴുക്കട്ട ഇതേ എടുത്തിട്ടുണ്ട്. 6 ഉണ്ടാക്കി, 1 വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഇതേ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ആദ്യം രാക്കയ്ക്ക് 1 കൊടുക്കാം. പിന്നെ അങ്കു അങ്ങ് അകത്ത് കയറി കുളിച്ചിട്ട് കട്ടിലയിൽ ക്ഷീണിച്ചു പോയേ. കാല് 2 വേനയെന്ന് പറയുന്നത്. എന്തൊക്കെയോ ചാടയോ ഓടയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അവന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സൈഡൊക്കെ ഇങ്ങനെ ചതഞ്ഞ് നീല കളർ ഇരിക്കുന്നത്. എന്താണെന്നൊന്നും അറിയത്തില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ അറിഞ്ഞുകൂടാന്നാ പറഞ്ഞേ. അതെ അവനും കൊണ്ട് കൊടുക്കുന്നുണ്ട്. കണ്ടേ എഴുന്നേക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടേ. 2 കാലും വേനയെന്ന് പറഞ്ഞു. എന്തായാലും കൊഴുക്കട്ട ആശാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദേ അവൻ നടക്കുന്ന കാണിച്ചു തരാം. കണ്ടോ വേദനയെന്നേ മസിലെങ്ങാനും പിടിച്ചതായിരിക്കും. എന്താ എങ്ങനെയാ വേദനയെന്ന് വെച്ചപ്പോൾ അതൊന്നും അറിയത്തില്ല. എന്തായാലും പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയാണ്. സ്കൂളിലൊന്നും പോകണ്ടല്ലോ. ആ ഒരു സമാധാനമുണ്ട്. ഒരു ദിവസം നല്ലതായിട്ട് റെസ്റ്റ് കിട്ടും. ഇതെല്ലാം കേട്ടും കണ്ടും ആസ്വദിച്ച് അവനെ സപ്പോർട്ട് ചെയ്യുന്നത് രാക്കയാട്ടോ. ഞാൻ നല്ല വഴക്കൊക്കെ കൊടുക്കും. അപ്പോൾ അതെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.